ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഐശ്വര്യയുടെ കണ്ണടകളെ കുറിച്ച്. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ ഒരു സാധനം കണ്ടു, കണ്ണടകൾ വെച്ച് മലയാളികളെ എന്താ പറയാ അങ്ങനെ പറഞ്ഞൊരു ക്യാപ്ഷൻ ഇട്ടിട്ട് വേറെ ഏതോ ഒരാൾ ചെയ്തൊരു വീഡിയോ. എത്രത്തോളം കണ്ണട ഉണ്ട്? എനിക്ക് ഒരുപാട് കണ്ണടകൾ. ഒന്ന് മാറ്റി വെച്ചാൽ ആ കണ്ണട മാറ്റിട്ട് പിന്നെ കുത്തി പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ പോലത്തെ കണ്ണടയൊക്കെ ഉണ്ടല്ലോ. ഇതാണല്ലേ? ശരിക്കും അല്ലേ, നോക്കണ്ടല്ലേ ഇത് നോക്കുമ്പോ തന്നെ ആൾക്കാർക്ക്. എനിക്ക് മാത്രമല്ല നമ്മളുടെ ഇതൊക്കെ കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റും. അതായത് പ്രോപ്പർ ആയിട്ട് വിസിബിൾ അല്ല, എന്നാലും കാണാൻ പറ്റും. എനിക്ക് മാത്രമല്ല ഹണിക്കുണ്ട്. ഹണിക്കുണ്ടല്ലേ? ഹണിയുടെ കണ്ണട അല്ലെ? സ്ട്രോങ് കണ്ണടയാണോ? ആക്കമൂക്ക കണ്ണടയൊന്നും അല്ലല്ലേ? ഇപ്പൊ ഐശ്വര്യയുടെ ഒരു ഫാഷൻ ട്രെൻഡിങ്ങിനെ കുറിച്ച് വേണമെങ്കിൽ പ്രത്യേകിച്ച് മുടി എല്ലാരും ചോദിക്കാറുണ്ട്. ഇതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? കാരണം നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരു പെണ്ണുണ്ട്, ഒന്നിലധികം പെണ്ണുണ്ട്, പ്രോച്ചമ അടക്കം. ആഫ്റ്റർ ക്യാമറ നമ്മുടെ ഒരു ദിവസമുള്ള ലൈഫിൽ ഇത് മെയിൻറ്റെനൻസ് വലിയ ബുദ്ധിമുട്ടല്ലേ? ഞാൻ ആക്ച്വലി ചെറുപ്പം മുതലല്ലേ എനിക്ക് ഫാഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നോർമലി പഠിക്കാൻ വളരെ മോശമായിരുന്നെങ്കിലും ഫാഷൻ ട്രെൻഡ്സിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ഇതാ. ഈവൻ എൻ്റെ പാരന്റ്സ് മീറ്റിങ്ങിന് എൻ്റെ അമ്മേനെ ഒരു ടീച്ചർ വിളിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യക്ക് നെയിൽ പോളിഷ് ഇടാനും മേക്കപ്പ് ചെയ്യാനും ടൈമുണ്ട്, പഠിക്കാനാണ് സമയമില്ലാത്തത് എന്ന് പറയാറ്. എനിക്ക് എപ്പോഴും ഒരു എന്തെങ്കിലും ഒരു യുണീക്കായിട്ട് ഒരു സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ ക്രൗഡ്, അതാണ് ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് പ്രത്യേകിച്ച് അമ്മയുടെ പരിപാടിക്ക് ജനറൽ ബോഡിക്ക് കഴിഞ്ഞ തവണ നിങ്ങൾ അതിന്റെ ഒരു സ്പോൺസർ ആയിരുന്നല്ലോ. പ്രത്യേകിച്ച് സെലിബ്രിറ്റികൾ അടക്കിയ ഒരു സെലിബ്രിറ്റി എന്ന ഒരു ഫീൽ കിട്ടിയ? ഇല്ല, എല്ലാവരും ഹെയർ കാണുമ്പോൾ നോക്കും, പിടിച്ചു നോക്കിയാരെങ്കിലും? ഒരുപാട് പേര് തൊട്ട് നോക്കും, ഇത് റിയൽ ഹെയർ ആണോ, ഇത് എന്ത് ഹെയർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തൊട്ട് നോക്കാറൊക്കെ ഉണ്ട്. ദുബായ് വന്നാൽ ഇതുപോലെ ചെയ്തു തരുമെന്നൊക്കെ ചോദിച്ചാൽ നടിമാരൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെയൊന്നുമില്ല, എന്നാലും എല്ലാവരും ഈ ഹെയർ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നോക്കും, ചിരിക്കും, എന്നോട് വന്നിട്ട് സംസാരിക്കും. ഈവൻ എൻ്റെ ഫോളോവേഴ്സ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഒക്കെ കൂടുതലും കുഞ്ഞു പിള്ളേരാണ്. അവരുടെയൊക്കെ പാരൻസിലേക്ക് മെസ്സേജ് അയക്കും, എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടം, അപ്പോൾ ഇതുപോലെ എങ്ങനെ ഹെയർ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയല്ലോ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഐശ്വര്യയെ കോൺടാക്ട് ചെയ്യുന്നത് എന്തിനാണ്? എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഫാഷൻ ട്രെൻഡ്സ്, കളർ കോമ്പിനേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് കൂടുതലും ആൾക്കാർ കോൺടാക്ട് ചെയ്യാം. ഞാൻ കുറേ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അൾട്ടിമേറ്റ്ലി അവസാനം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വൈ ഐശ്വര്യ ഡു ദിസ്, എന്തിനാ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നൊരു ചോദ്യം ചോദിച്ചാൽ 100% പാഷനാണ്. അല്ലാണ്ട് ഞാനൊരു എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സോ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സോ ഒന്നുമല്ല. ഇപ്പോൾ ഈവൻ ഹണിയുടെ ഒക്കെ വീഡിയോസ് ആണെങ്കിൽ പോലും പുറമെ പോകുമ്പോൾ കുറേ കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് ഓടി വരാം, കുട്ടികൾക്ക് നമ്മളെ കാണുമ്പോൾ ഇഷ്ടപ്പെടാം, ഹണി റോളക്സ് എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതൊരു സന്തോഷം. അത് തന്നെ. ഓൾ ദി വെരി ബെസ്റ്റ്. ജിഞ്ചർ ഹണി ആയിട്ട് നിൽക്കട്ടെ. അതെ, റെയർ കാറ്റാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.